ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററില് നമ്മള് ലൈറ്റിനെ കുറിച്ചുള്ള വിവിധ ഫിനോമിനാസ്, എക്സാമ്പിൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പെർഷൻ എക്സെട്ര അങ്ങനെയുള്ള പല പല പ്രതിഭാസങ്ങളെ കുറിച്ചും ലെൻസ്, മിറർ, മറ്റ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സച്ച് ആസ് സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ടെലിസ്കോപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ലൈറ്റ് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡ്. ഒരു പാത്ത് ഓഫ് ലൈറ്റ് റേനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ബൈ ആൻഡ് ആരോ ഹെഡ്. അതേപോലെ ഒരു സെറ്റ് ഓഫ് ലൈറ്റ് റേനെ ഒരു ബീം ഓഫ് ലൈറ്റ് എന്ന് പറയാം. അതിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതൊരു ബീം ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് മീൻസ് എ സെറ്റ് ഓഫ് ലൈറ്റ് റേസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം റിഫ്ലക്ഷൻ ആണ് പഠിക്കുന്നത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ്. നമുക്കറിയാം മിറേഴ്സ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ മിറേഴ്സ് പറയുമ്പോൾ പ്ലെയിൻ മിററും ഉണ്ട്, സ്ഫെറിക്കൽ മിറേഴ്സും ഉണ്ട്. സ്ഫെറിക്കൽ മിറേഴ്സിൽ there are two types. They are concave mirror and convex mirror. അപ്പൊ നമ്മൾ ആദ്യം റിഫ്ലക്ഷന്റെ ലോസ്, നിയമങ്ങൾ പഠിക്കാം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇതൊരു പ്ലെയിൻ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ദാറ്റ് മീൻസ് എ മിറർ. മിററിൽ ഒരു ലൈറ്റ് റേ വന്ന് വീഴുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് വീഴുന്ന ലൈറ്റ് റേ അല്ലെങ്കിൽ ഇൻസിഡന്റ് ലൈറ്റ് റേ. ദിസ് ഇസ് ദി ഇൻസിഡന്റ് ലൈറ്റ് റേ. ആ പോയിന്റിൽ തന്നെ ആ സർഫസിന് ഒരു നോർമൽ വരച്ചിട്ടുണ്ട്. ആൻഡ് ആ പോയിന്റിൽ നിന്ന് ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്തു പോവുകയാണ്. ദാറ്റ് മീൻസ് ദിസ് ഇസ് ദി റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ. ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് ആംഗിളും സെയിം ആണ്, തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അതായത് ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ലൈറ്റ് റേ ആൻഡ് നോർമൽ ടു ദ സർഫസ്. ലൈറ്റ് ഏത് പോയിന്റിലാണോ വീഴുന്നത് ആ പോയിന്റിലാണ് നോർമൽ വരയ്ക്കുന്നത്. ആ സർഫസിന്റെ നോർമൽ വരയ്ക്കും. അപ്പൊ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സിമിലർലി നോർമലും റിഫ്ലക്റ്റഡ് ലൈറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആൻഡ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ഫസ്റ്റ് ലോ says that these three lines, അതായത് ഇൻസിഡന്റ് റേ, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ lie in the same plane. അതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ്? ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കും. I repeat, first law of reflection says that the incident ray, normal and reflected rays lie in the same plane. And second law states that angle of incidence is equal to angle of reflection. ഇനി നമ്മള് ഒപ്റ്റിക്സിൽ ഫോളോ ചെയ്യുന്ന കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസിന് കൊടുക്കേണ്ട സൈൻ. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കോൺകേവ് മിറർ ഇവിടെ വരയ്ക്കുകയാണ്. രണ്ട് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നാമത് കോൺകേവ് മിററും രണ്ടാമത്തത് കോൺവെക്സ് മിററും. അപ്പൊ കോൺകേവ് മിറർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? അപ്പോ ഈ സൈഡിൽ വന്നാണ് ലൈറ്റ് വന്ന് വീണ് റിഫ്ലക്ട് ചെയ്തു പോകുന്നത്. അപ്പൊ ഈ മിററിന്റെ ഫിസിക്കൽ സെന്ററിന് ഏറ്റവും നടുക്കുള്ള പോയിന്റിന് പോൾ എന്നാ പറയാം. പോൾ ഓഫ് ദി മിറർ ഈസ് ദി മിഡിൽ പോയിന്റ് ഇൻ ദി മിറർ. ആ പോളിൽ കൂടി നമ്മൾ ഈ വരയ്ക്കുന്ന ആക്സിസ് ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് ഇസ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാൻ പോവുകയാണ്. ഒരു ഒബ്ജക്റ്റ് വരച്ചു. അപ്പൊ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ, ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്നുള്ള ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഇതാ ഇങ്ങനെ പോകുന്നത് കാണിക്കാം. അപ്പൊ ദിസ് ഇസ് ദി ഇൻസിഡന്റ് ലൈറ്റ് റേ. ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് സൈൻ കൊടുക്കുന്നത്, വിവിധ ഡിസ്റ്റൻസുകൾ ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഈ ലൈറ്റ് റേ ഇങ്ങനെ മിററിൽ ചെന്ന് തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇതിൽ കൂടെ കടന്നു പോകും. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കട്ടെ. സംവെയർ ഹിയർ നമുക്ക് ഇവിടെ ഒരു ഇമേജ് കിട്ടി. അപ്പൊ ദിസ് ഇസ് ദ ഇമേജ്. അപ്പൊ
അപ്പൊ ഈ കേസിൽ ഇപ്പൊ വരച്ചിരിക്കുന്നതനുസരിച്ച് കോൺകേവ് മിററിന്റെ ഈ കേസിൽ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സോ ദിസ് ഇസ് ദ ഒബ്ജക്ട് ആൻഡ് ദിസ് ഇസ് ദി ഇമേജ്. അപ്പോ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എല്ലാ ഡിസ്റ്റൻസസും നമ്മൾ മെഷർ ചെയ്യുന്നത് മെഷറിംഗ് പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോളാണ്. പോളിൽ നിന്നാണ്, മിററിന്റെ പോളിൽ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുക. അപ്പൊ പോളിൽ നിന്ന് അങ്ങോട്ടേക്കാകാം ഇങ്ങോട്ടേക്കാകാം അല്ലെ. അപ്പൊ ഇൻസിഡന്റ് ലൈറ്റ് റേയുടെ ഡയറക്ഷനിൽ അതേ ഡയറക്ഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസും പോസിറ്റീവ് ആയിരിക്കും. ഓൾ ഡിസ്റ്റൻസസ് ടേക്കൺ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പൊ നമ്മള് പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോളിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുക. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് യൂഷ്വലി യു ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് ആൻഡ് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് വി ലെറ്റർ വെച്ചും ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഈ കേസില് രണ്ട് ഡിസ്റ്റൻസും നമ്മള് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ ഡിസ്റ്റൻസും പോളിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പോളിൽ നിന്ന് അല്ലെങ്കിൽ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് യു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. സോ യു ഈസ് നെഗറ്റീവ് ഇൻ ദിസ് കേസ്. ആൻഡ് വാട്ട് അബൌട്ട് വി? വിയും നമ്മൾ മെഷർ ചെയ്യുന്ന പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം. That is also measured in a direction opposite to the direction of incident ray. So in this case, V is also negative. രണ്ട് എക്സാമ്പിൾ പറഞ്ഞതാണിത്. അപ്പോ എല്ലാ ഡിസ്റ്റൻസും നമ്മൾ പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു മെഷർ ചെയ്യാൻ. ആൻഡ് ഓൾ ഡിസ്റ്റൻസസ് ടേക്കൺ മെഷേർഡ് ഇൻ ദി direction of incident ray should be taken as positive. And incident rayയുടെ opposite directionൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് മെഷർമെന്റ്സ് ആയിരിക്കും. അതുപോലെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ താഴേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് മെഷർമെന്റ്സ് ആയിരിക്കും. നമ്മള് പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് നോക്കാം. ഇതൊരു കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിലേക്ക് ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ്, അതായത് ഒരു സെറ്റ് ഓഫ് ലൈറ്റ് റേസ് വന്ന് വീഴുകയാണ്. 5 ലൈറ്റ് റേസ് വന്ന് ഈ കോൺകേവ് മിററിൽ വീണ് അവിടെ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വന്ന് ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് എല്ലാം കൂടി ഒരു പോയിന്റിലേക്ക്, ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാണ്. ആ പോയിന്റ് പ്രിൻസിപ്പൽ ആക്സിസിലാണ്. ഈ പോയിന്റിനാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. ലൈറ്റ് റേസ് എല്ലാം കൂടെ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. That point is called principal focus in the case of a concave mirror. അപ്പോൾ ഈ പോയിന്റിന് ഫോക്കസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയും. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ് അല്ലെങ്കിൽ മിററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ആ ഡിസ്റ്റൻസിന് ഫോക്കൽ ലെങ്ത് എന്നും പറയും. ഓക്കെ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ, ദിസ് ഇസ് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിന്റെ കേസിൽ ആ സെയിം സെറ്റ് ഓഫ് പാരലൽ ബീംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാരലൽ ബീം ഓഫ് ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദി കോൺവെക്സ് മിറർ ഡൈവേർജ് ചെയ്തു പോയി. ഇവിടെ എല്ലാ ലൈറ്റ് റേസും റിഫ്ലക്ഷന് ശേഷം ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൂടി ചേരുക ചെയ്യുന്നത്, കൺവേർജ് ചെയ്യുക ചെയ്യുന്നത്. അതേസമയം ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ ദിസ് ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്തു വേർതിരിഞ്ഞു പോവാണ്. And these light rays appear to diverge from this point. ഈ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ദിസ് ഇസ് എ വെർച്വൽ ഫോക്കസ്. ഇവിടെ ആക്ച്വലി അങ്ങനെ ഒരു ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് അതൊരു വെർച്വൽ ഫോക്കസ് ആണ്. ശരിക്കും ഇല്ലാത്ത, റിയൽ അല്ല, വെർച്വൽ ആണ്. കാരണം ഇത് മിററിന്റെ അപ്പറയാണ്, അപ്പുറത്തേക്ക് ലൈറ്റ് റേ പോകുന്നില്ല. പക്ഷെ ഈ ലൈറ്റ് റേ പോകുന്നത് ഡൈവേർജ് ചെയ്ത് പോകുന്ന നമ്മൾ ലൈറ്റ് റേസിന്റെ പാത്ത് വരയ്ക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദാറ്റ് പോയിന്റ്, that is the principal focus in the case of a convex mirror. അപ്പോ കോൺകേവ് മിററിന്റെ കേസിൽ അതൊരു റിയൽ ഫോക്കസ് ആയിരിക്കും. കോൺവെക്സ് മിററിന്റെ കേസിൽ വെർച്വൽ ഫോക്കസ് ആയിരിക്കും. ആൻഡ് in this case also the distance between mirror and principal focus അല്ലെങ്കിൽ pole of the mirror and principal focus is the focal length.
അടുത്ത നമ്മള് ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവച്ചറും തമ്മിലുള്ള വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് വാട്ട് ഈസ് റേഡിയസ് ഓഫ് കർവച്ചർ? നമ്മൾ ഈ മിറർ എന്ന് പറയുന്ന കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും അതിന്റെ നമുക്ക് ഐസ്ക്രീം ബോളുമായിട്ട് കമ്പയർ ചെയ്യാം. ഐസ്ക്രീം ബോളിന്റെ ആ അടപ്പ് വരുമ്പോ ആ അടപ്പിന് സിമിലർ ആണ് കോൺകേവ് മിറർ ആണെങ്കിലും സ്ഫെറിക്കൽ മിറർ, ഏത് കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും ആ അടപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിറർ ആയിട്ട് എടുക്കുക. അടപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ഫിയറിന്റെ പാർട്ട് ആണല്ലോ. അതുപോലെ നമ്മുടെ ഈ കോൺകേവ് മിറർ വലിയൊരു സ്ഫിയറിന്റെ പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്ഫിയറിന്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവച്ചർ എന്ന് പറയുന്നത്. ആ സ്ഫിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്മൾ എടുക്കുന്ന സ്ഫെറിക്കൽ മിറർ അത് കോൺവെക്സ് മിറർ ആണെങ്കിലും കോൺകേവ് മിറർ ആണെങ്കിലും അത് വലിയൊരു സ്ഫിയറിന്റെ പാർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ കർവച്ചറിന്റെ അല്ലെങ്കിൽ ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് കർവച്ചർ എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു കോൺകേവ് മിറർ ആണ് വരച്ചിരിക്കുന്നത്. കോൺകേവ് മിററിലേക്ക് ഒരു ലൈറ്റ് റേ ഇവിടെ ചെന്ന് പതിക്കുകയാണ്. എം എന്ന പോയിന്റിൽ ചെന്ന് വീണ് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ എപ്പോഴും ഫോക്കസിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. ഫോക്കസിൽ കൂടെ, അതാണ് എഫ് എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പൊ ഈ പോയിന്റിൽ നമ്മളൊരു നോർമൽ വരച്ചു. നോർമൽ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നോർമൽ എവിടെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ. നമ്മളൊരു സർക്കിളിന്റെ നോർമൽ വരച്ചാൽ തീർച്ചയായിട്ടും അത് സർക്കിളിന്റെ സെന്ററിൽ ചെന്ന് മുട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന നോർമല് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ആ സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവച്ചറിലാണ് ചെന്ന് മീറ്റ് ചെയ്യുന്നത്. അതാണ് സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സർക്കിളിന്റെ സെന്ററും സർക്കിളിന്റെ ഒരു അറ്റവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ്. സിമിലർലി ദ സെന്റർ ഓഫ് കർവച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവച്ചർ ആണ്. ഓക്കെ, അതുപോലെ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ എഫ് വെച്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തീറ്റയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതനുസരിച്ച് ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് തീറ്റ പ്ലസ് തീറ്റ 2 തീറ്റയാണ്. അപ്പോ ഈ ഇതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ദിസ് ആംഗിൾ ഈസ് 2 തീറ്റ. ഓക്കെ, അപ്പോ വാട്ട് ഈസ് ടാൻ 2 തീറ്റ? നമ്മൾ രണ്ട് ട്രയാംഗിൾ ഇവിടെ കൺസിഡർ ചെയ്യാം. ഒന്നതായി 2 തീറ്റ ഉള്ള ഈ ആംഗിൾ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു കേട്ടോ. ദാറ്റ് ഈസ് എമ്മിൽ നിന്ന് ഡിയിലേക്ക്. ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ ഡി എന്ന് മാർക്ക് ചെയ്തു. അപ്പൊ അതൊരു പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ റൈറ്റ് ട്രയാംഗിൾ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ആക്ച്വലി ദിസ് എം പി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എം ഡി. എം ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പോ ഫ്രം ദിസ് ട്രയാംഗിൾ, ഈ ട്രയാംഗിളിൽ നിന്ന് എം എഫ് പി എന്ന് പറയുന്ന ട്രയാംഗിളിൽ നിന്ന് വാട്ട് ഈസ് tan 2 തീറ്റ is equal to tan 2 തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ബൈ റേഡിയസ് എന്ന് പറയുമ്പോൾ ആർക്ക് എന്ന് പറയുന്ന ഒന്നെങ്കിൽ എം പി എന്ന് എഴുതാം അല്ലെങ്കിൽ എം ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പോ tan 2 തീറ്റ is equal to എം ഡി ബൈ ഡി എഫ്. ഡി എഫ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാ? ഫോക്കൽ ലെങ്ത്. എം ഡി ബൈ എഫ് എന്ന് എഴുതാം. ഇനി ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് 2 തീറ്റ ഈസ് വെരി സ്മോൾ, tan 2 തീറ്റേന് 2 തീറ്റ എന്ന് എഴുതാം. സോ tan 2 തീറ്റയ്ക്ക് പകരം നമ്മൾ 2 തീറ്റ എന്ന് എഴുതാണ്. സോ 2 തീറ്റ ഈസ് ഈക്വൽ ടു എം ഡി ബൈ എഫ്. സിമിലർലി കൺസിഡറിംഗ് ദിസ് ട്രയാംഗിൾ എം സി പി എന്ന് പറയുന്ന ട്രയാംഗിൾ, ഈ ട്രയാംഗിൾ അതായത് തീറ്റ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്ന ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം എഴുതിയതുപോലെ തന്നെ tan തീറ്റ is equal to md by this distance. What is this distance? Distance CP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താ പറഞ്ഞാൽ, അതായത് പോളിൽ നിന്ന് മിററിൽ നിന്ന് ആ മിററിന്റെ സെന്റർ ഓഫ് കർവച്ചറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ഓഫ് കർവച്ചർ, ദാറ്റ് ഈസ് CP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് R. അപ്പൊ ഹിയർ ഓൾസോ tan തീറ്റ is equal to R by radius, that is md by
R. Here also നമ്മൾ ആദ്യം കൊടുത്ത ആ assumption, if theta is very small, tan theta can be written as theta. So tan theta ക്ക് പകരം theta is equal to md by r ന്ന്. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ തീറ്റയ്ക്ക് md by r എന്ന് കൊടുക്കാം. അതായത് ഫസ്റ്റ് ഇക്വേഷനില് തീറ്റയ്ക്ക് md by r എന്ന് കൊടുക്കാണ്. അതായത് 2 into md by r is equal to md by f എന്ന് വരും. First equation 2 theta is equal to md by f and second equation theta is equal to md by r. ഫസ്റ്റ് ഇക്വേഷനില് തീറ്റയ്ക്ക് പകരം സെക്കൻഡ് ഇക്വേഷൻ ആയ തീറ്റ ഈക്വൽ ടു md by r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ രണ്ട് സൈഡിൽ md ഉണ്ട്, കട്ടായി പോവും. നമുക്ക് കിട്ടുന്ന എന്താ 2 by r is equal to f. അല്ലെങ്കിൽ രണ്ട് ഇക്വേഷനും തിരിച്ചെഴുതുകയാണെങ്കിൽ ഇൻവേഴ്സ് എഴുതുകയാണെങ്കിൽ r by 2 is equal to f. അല്ലെങ്കിൽ f is equal to r by 2. f is equal to r by 2. ഇത് കോൺകേവ് മിററിന്റെ കേസിലാണെങ്കിലും കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. നമ്മൾ ഇത് ലാബിലും ചെയ്യുന്നുണ്ട്. റേഡിയസ് ഓഫ് കർവച്ചർ കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് ബൈ ദി മെത്തേഡ് ഓഫ് നോർമൽ റിഫ്ലക്ഷൻ. നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് വഴി കോൺകേവ് മിററിന്റെ കേസിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് വഴി റേഡിയസ് ഓഫ് കർവച്ചർ നമ്മൾ മെഷർ ചെയ്യും. റേഡിയസ് ഓഫ് കർവച്ചറിന്റെ ഹാഫ് ആയിരിക്കും ഫോക്കൽ ലെങ്ത്. ഇവിടെ നമ്മൾ നോക്കി ആദ്യം വരച്ച പടത്തിൽ തന്നെ ഈ ഫോക്കൽ ലെങ്ത് നമ്മൾ പടം വരയ്ക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ ഫോക്കൽ ലെങ്ത് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതിന്റെ ഡബിൾ ആയിട്ട് വേണം സി മാർക്ക് ചെയ്യാൻ. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഏകദേശം എത്ര വരയ്ക്കുന്നുണ്ടോ, എഫ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ സിയിലേക്കുള്ള അകലം നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് മിറർ ഇക്വേഷൻ. നമ്മള് മിററിന്റെ കേസിലാണെങ്കിലും ലെൻസിന്റെ ഇക്വേഷനിലാണെങ്കിലും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പോ നമുക്ക് മിറർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഫിഗർ എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ മുന്നേ വരച്ചതുപോലെ തന്നെ ഒരു കോൺകേവ് മിറർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ദെൻ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റ് വരയ്ക്കാം. ഒബ്ജക്റ്റ് എ ബി വരച്ചു. നമ്മള് ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലൈറ്റ് റേസ് ആണ് വരയ്ക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ, അതായത് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് തന്നെ പോയി ഈ മിററിൽ തട്ടി ഫോക്കസിൽ കൂടി കടന്നു പോകണം. ഓക്കെ. First light ray from the top of the object should pass parallel to the principal axis and after reflection it should pass through the focus. രണ്ടാമത്തെ ലൈറ്റ് റേ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് തന്നെ സെന്റർ ഓഫ് കർവച്ചറിൽ കൂടെ പാസ് ചെയ്യണം. സെന്റർ ഓഫ് കർവച്ചറിൽ കൂടെ പാസ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ലൈറ്റ് റേയും മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കണം, അതായത് ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ദിസ് ഈസ് അവർ ഇമേജ്. ഇമേജ് ഇവിടെ ഇൻവേർട്ടഡ് ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഇമേജിന് നമുക്ക് A', B' എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഒന്നുകൂടെ പറയാം. ആദ്യം ഒരു ഒബ്ജക്റ്റ് വരച്ചു, നിവർന്ന് നിൽക്കുന്ന ഒരു ഇറക്റ്റ് ഒബ്ജക്റ്റ് വരച്ചു. ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് റേ പോയി മിററിൽ തട്ടി ഫോക്കസിൽ കൂടെ പാസ് ചെയ്യണം. രണ്ടാമത്തെ ലൈറ്റ് റേ നേരെ സെന്റർ ഓഫ് കർവച്ചറിൽ കൂടെ പാസ് ചെയ്യണം. ഈ രണ്ട് ലൈറ്റ് റേയും മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. ആൻഡ് ദി ഇമേജ് ഈസ് ഇൻവേർട്ടഡ്. ഇമേജിന് നമ്മൾ A', B' എന്ന് പേര് കൊടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കുക, എഫും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ്?
എഫ് ഇസ് ഈക്വൽ ടു r/2. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഫ് എത്ര ഡിസ്റ്റൻസിലാണോ ഇവിടെ ഇത്ര മാർക്ക് ചെയ്തിരിക്കുന്നത് സെയിം ഡിസ്റ്റൻസിൽ തന്നെ ഇവിടെ സിയും മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫിഗർ വരയ്ക്കും. അപ്പൊ ഇവിടെ നമ്മള് ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബി ഡാഷ് എ ഡാഷ് എഫ്. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്. ബി ഡാഷ് എ ഡാഷ് എഫ് എന്ന് പറയുന്ന ട്രയാങ്കിളും എം പി എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ അവയുടെ സൈഡുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് എ ഡാഷ് ബി ഡാഷ് ബൈ ഈ സൈഡ് എം പി, എ ഡാഷ് ബി ഡാഷ് ബൈ എം പി ഇസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി. എ ഡാഷ് ബി ഡാഷ് ബൈ എം പി ഇസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി. എ ഡാഷ് ബി ഡാഷ് ബൈ എം പി ഇസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി. അപ്പൊ നമുക്കിവിടെ നോക്കുക, ഈ എം പി എന്ന് പറയുന്ന സൈഡും എ ബിയും മെഷർമെന്റ് സെയിം ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എം പിക്ക് പകരം എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അതായത് എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഇസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി. അതായത് നമ്മുടെ ഇക്വേഷനെ ഒന്നുകൂടെ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതി. എന്താണ് വ്യത്യാസം വരുത്തിയത്? എം പിക്ക് പകരം ഇവിടെ എ ബി എന്ന് കൊടുത്തു. ഇനി മറ്റൊരു ലൈറ്റ് റേയും കൂടെ വരയ്ക്കാണ്. ഇവിടെ ഒരു ലൈറ്റ് റേ നേരെ പോളിൽ ചെന്ന് തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത ട്രയാങ്കിൾ ഫോം ചെയ്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് റേ പോയി പോളിൽ ചെന്ന് തട്ടി റിഫ്ലക്ട് ചെയ്ത് ഇമേജിന്റെ മുകളിൽ ചെന്ന് വീഴുന്നു. ഓക്കെ, അപ്പോ ഈ ട്രയാങ്കിൾസ് എ ബി പി എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും ഈ എ ഡാഷ് ബി ഡാഷ് പി എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ്. I repeat, ABP and A dash B dash P. The triangles ABP and A dash B dash P are similar. അപ്പോ ആ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡുകളുടെ റേഷ്യോയും സെയിം ആയിരിക്കും. അതായത് A dash B dash divided by AB is equal to B dash P divided by BP. I repeat, ഈ സൈഡ് അതായത് ഇമേജിന്റെ ഹൈറ്റ് എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഇമേജിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ഡാഷ് പി ബൈ ബി പി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. രണ്ട് ഇക്വേഷൻസിന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. ലെഫ്റ്റ് സൈഡ് എന്താണ്? എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ എ ബി. രണ്ടും സെയിം ആണ്. അപ്പോ രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആയിരിക്കുമ്പോ റൈറ്റ് സൈഡും സെയിം ആയിരിക്കും. അതായത് ബി ഡാഷ് എഫ് ബൈ എഫ് പി ഇസ് ഈക്വൽ ടു ബി ഡാഷ് പി ബൈ ബി പി. ഇത് മാത്രമായിട്ട് നമുക്ക് എടുത്തെഴുതാം. അപ്പൊ നമ്മള് ആ കമ്പയർ ചെയ്ത ഇക്വേഷൻസിന്ന് റൈറ്റ് സൈഡ് മാത്രം എടുത്തെഴുതി. ബി ഡാഷ് എഫ് ബൈ എഫ് പി ഇസ് ഈക്വൽ ടു ബി ഡാഷ് പി ബൈ ബി പി. അപ്പൊ നമുക്ക് ഈ ഓരോ ഡിസ്റ്റൻസും ഏതാന്ന് നോക്കാം. മിററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഫോക്കൽ ലെങ്ത് ആണ്. അതായത് എഫ് പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, ഇനി മിററിൽ നിന്ന് ബി ഡാഷിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മള് ഇമേജിലേക്കുള്ള ദൂരം സാധാരണ വി ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ബി ഡാഷ് പി എന്ന് പറയുന്നത് വി. അതേപോലെ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അതായത് ബി പി, ഈ ദൂരം ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം സാധാരണ യു ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബി പി എന്ന് പറയുന്നത് യു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ബി എഫ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. വി നോ ബി ഡാഷ് പി എന്ന് പറയുന്നത് വി ആണ് നമുക്കറിയാം. അപ്പൊ ബി ഡാഷ് എഫ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിൽ നിന്ന് വിയിൽ നിന്ന് എഫ് കുറച്ചത്. അപ്പൊ ബി ഡാഷ് എഫ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് പി മൈനസ് എഫ് പി. അതായത് വി മൈനസ് എഫ്. അപ്പൊ ബി ഡാഷ് എഫിന് വി മൈനസ് എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് പി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് അതായത് ഫോക്കൽ ലെങ്ത് എഫ് കൊടുത്തു. ബി ഡാഷ് പി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ടു ദ മിറർ, that is V, and BP is the distance between object and mirror, അതായത് U.
നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷനെ നമുക്ക് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. വി മൈനസ് എഫ് ബൈ എഫിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. അതായത് വി ബൈ എഫ് മൈനസ് എഫ് ബൈ എഫ് എന്ന് പറയുന്നത് 1, റൈറ്റ് സൈഡ് അതുപോലെ തന്നെ വി ബൈ യു തന്നെ എഴുതി. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് വി വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓരോ ടേമിനെ വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഫസ്റ്റ് ടേമില് വി അങ്ങ് ക്യാൻസൽ ആയി പോകും. വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 1 ബൈ എഫ് എന്ന് വരും. രണ്ടാമത്തെ ടേമില് വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബൈ വി എന്ന് വരും. മൂന്നാമത്തെ ടേമില് വി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വി അങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് 1 ബൈ യു. ഇനി ഈ മൈനസ് 1 ബൈ വിനെ അപ്പുറത്തേക്ക് എഴുതാണ്. അപ്പൊ 1 ബൈ എഫ് ഇസ് ഈക്വൽ ടു അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പ്ലസ് 1 ബൈ വി ആകും. 1 ബൈ വി പ്ലസ് 1 ബൈ യു. ദിസ് ഈസ് അവർ മിറർ ഇക്വേഷൻ. ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിറർ ഇക്വേഷൻ. നമുക്ക് എസ്എ ക്വസ്റ്റ്യനായിട്ടാണ് ചോദിക്കുന്നത്. ഇനി ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ മിറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിറർ ഒരു ഒബ്ജക്റ്റിനെ എത്ര മടങ്ങ് വലുതായിട്ടാണ് ഇമേജിനെ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് മാഗ്നിഫിക്കേഷൻ. എത്ര മടങ്ങ് വലുതാക്കി കാണിക്കുന്നു. മാഗ്നിഫിക്കേഷൻ നമുക്ക് രണ്ട് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെ ഹൈറ്റ് വെച്ച്, അതായത് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു height of image by height of object. Magnification is defined as the ratio of height of image. HI എന്ന് പറയുന്നത് height of image ആണ്. HO എന്ന് പറയുന്നത് height of object. Magnification can be calculated as a ratio of height of image by height of object, or it can also be calculated as magnification is equal to V by U. V is the distance of image from the mirror and U is the distance of object from the mirror. So magnification is also the ratio of distance of image from the mirror to distance of object to the mirror. Okay.